അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജിയിലെ 2 ചോദ്യങ്ങളും കൂടി പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ ബയോളജി കഴിയും. സയൻസ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിലെ. പിന്നെ കേരള നവോത്ഥാനാണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എത്രാമത്തെ ചോദ്യമായിരുന്നു ഇനി പറയാനുണ്ടായിരുന്നത്? 39 കേട്ടോ. നോക്കിക്കേ, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? എ ആന്ത്രാക്സ്, ബി ബ്ലൈറ്റ് രോഗം, സി ദ്രുതവാട്ടം, ഡി കുറുനാമ്പ് രോഗം. നെല്ലിനെ ബാധിക്കുന്നത് ഏത് രോഗം? ബാക്ടീരിയ ആണെന്ന് നമുക്കറിയാം. ഏത് രോഗമാണ്? ബ്ലൈറ്റ് രോഗം. ഓപ്ഷൻ ബി ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്നത്. നമുക്ക് റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോവാം. ഇത്ര മാത്രം നമുക്കിപ്പോൾ പഠിക്കാം. ഏത്? ഈ 3 രോഗകാരികളും അതെന്താണ്, ഏതൊക്കെയാണ് ആ രോഗങ്ങളെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ബാക്ടീരിയ ആർക്കൊക്കെയാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. അപ്പോൾ ബ്ലൈറ്റ് രോഗം. പിന്നെയോ വഴുതനയിലെ വാട്ടരോഗം. ഇപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ പഠിക്കുക. അപ്പം എന്തെങ്കിലും ഒരു കണക്ഷൻ ഇട്ട് വെച്ചേക്കാം. ഇപ്പം നമ്മളിപ്പം പഠിച്ചു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നോക്കും, അപ്പം നമുക്ക് കിട്ടും. അപ്പം നമ്മൾ വിചാരിച്ചു പഠിച്ചു എന്ന്. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കും. അതേ പക്ഷം നമ്മളിങ്ങനെ ഓടിച്ച് വായിച്ചു പോവുകയാണ്, പിന്നെ നമ്മളിതുമായിട്ടൊരു ബന്ധം ഇല്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇട്ട് വെച്ചാൽ അത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കും. കണക്ഷൻ നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇട്ട് വെക്കാം. ഓക്കെ, അല്ലാതെ ഒരു വട്ടം വായിച്ച് ഓർമ്മയിൽ നിൽക്കുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തെങ്കിലും രീതിയിൽ കേട്ടോ. അപ്പോൾ ബാക്ടീരിയ ഞാൻ വെറുതെ ഒന്ന് കണക്ഷൻ ഇടുവാണ്. അതായത് ബാക്ടീരിയ നമ്മൾ ഒരു ആൻസറിനെ മുറിച്ച് വായിച്ചൊക്കെ നോക്കുക. ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മുറിച്ച് വായിച്ചാൽ, അല്ലെങ്കിൽ ആൻസറിനെ മുറിച്ച് വായിച്ചാലൊക്കെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞി കണക്ഷൻ കിട്ടും. ചിലപ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചാലും മതിയാവും. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്ടീരിയ ഞാൻ കണക്ട് ചെയ്ത് വെച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയനെ ഞാൻ അതിനകത്ത് കുറേ ഏരിയ ഉള്ള, അല്ലെങ്കിൽ ബാക്ക് ഏരിയ അങ്ങനെയൊക്കെ വാക്കുകൾ മുറിച്ചപ്പം എന്തുണ്ടായി? ഒരുപാട് ഏരിയയിലാണ് നമ്മൾ എന്ത് കൃഷി ചെയ്യുക? നെല്ല് കൃഷി ചെയ്യുക അല്ലേ? നെല്ല് കൃഷി ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്ഥലം വേണം അല്ലേ? കുഞ്ഞി സ്ഥലത്ത് ഉണ്ടാക്കാം, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഒരുപാട് ഏരിയയിലാണ് എന്തുണ്ടാക്കുക? നെല്ലുണ്ടാക്കുക. ബാക്ടീരിയ എന്ന് കാണുമ്പോൾ തന്നെ, അപ്പം അല്ലെങ്കിൽ നെല്ല് എന്ന് കാണുമ്പോൾ നെല്ല് ഞാൻ ഉണ്ടാക്കുക ഒരു വലിയ ഏരിയയിലാണ്. അപ്പം ഏരിയ ബാക്ടീരിയ കിട്ടും, നിങ്ങൾ നോക്കിക്കോ, കിട്ടും. അപ്പം ബാക്ടീരിയ, നെല്ല്. ഇനി രോഗം പഠിക്കണം, അത് വെച്ചെന്നെ കണക്ട് ചെയ്യുക. ബാബ്ലൈ. അപ്പോൾ ബാക്ടീരിയ, ബാബ്ലൈ, ബ്ലൈറ്റ് രോഗം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തേ. അപ്പോൾ ബാക്ടീരിയ ഒരുപാട് ഏരിയയിൽ ഞാൻ ഉണ്ടാക്കുന്ന നെല്ലാണ്. നെല്ലിന് വരുന്ന രോഗം ബാക്ടീരിയ രോഗം, ബ്ലൈറ്റ് രോഗം. ഓക്കെ, ഇനി ബാക്ക് എന്നുണ്ടല്ലേ, അതിനകത്ത് ബാക്കിലെ ഏരിയ, അതായത് എന്താണ്, എൻ്റെ വീടിൻ്റെ ബാക്കിലെ ഏരിയയിലാണ് ഞാൻ എന്തുണ്ടാക്കുക? വഴുതന കൃഷിയൊക്കെ. വഴുതനയൊക്കെ നമ്മൾ കൃഷി എന്ന് പറയണ്ട, നമ്മൾ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാവില്ലേ വീടിൻ്റെ ബാക്കിലെ ഏരിയയിൽ അല്ലേ? ബാക്കിലെ ഏരിയ ബാക്ടീരിയ. അപ്പോൾ വഴുതന ഞാൻ എവിടെയാണ് ഉണ്ടാക്കിയത്? വീടിൻ്റെ ബാക്കിൽ അടുക്കളത്തോട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്ടീരിയ, വഴുതന നമ്മൾക്ക് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ചോറിന് കൂടെ ഇങ്ങനെ വാട്ടുക എന്ന് നമ്മൾ പറയില്ലേ, നോർമൽ ലാംഗ്വേജിൽ വാട്ടുക. എണ്ണയിൽ വാട്ടിയിട്ട് ഒന്നും വേണ്ട, വെറും എണ്ണയിൽ വാട്ടി മെഴുക്ക് പുരട്ടിയായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും ചളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ സാരമില്ല, എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നാളെയോ അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തിട്ട് റിവൈസ് ചെയ്യണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കണക്ഷനും മറന്നുപോകും. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ടീരിയൻ്റെ അകത്ത് നിന്ന് തന്നെ 2 ആളുകളെ കണ്ടുപിടിച്ചു. ഒരുപാട് ഏരിയയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നെല്ലാണ്. നെല്ലിന് ബ്ലൈറ്റ് രോഗമാണ് ഉണ്ടാകുന്നത്. ഇനി ബാക്കിലെ ഏരിയ ആണ് ബാക്ടീരിയ. അപ്പോൾ ബാക്കിൽ ഞാൻ എന്താ ഉണ്ടാക്കിയത്? വഴുതന. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അടുക്കളയിൽ ചിലപ്പോൾ ബാക്കിലൊന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ചിലപ്പോൾ അമ്മ വഴുതനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വഴുതന. അപ്പോൾ നമുക്ക് കറിക്ക് വഴുതന ഒരുപാടൊന്നും വേണ്ടല്ലോ, കുറച്ച് വഴുതന പോരെ. അത് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ വഴുതന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വാട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാട്ടരോഗം, വഴുതന വാട്ടരോഗം. പക്ഷെ ശ്രദ്ധിക്കണം, ദ്രുതവാട്ടം എന്ന് പറഞ്ഞ ഒരാളെ നമുക്കിനി പഠിക്കാനുണ്ട്.
അതുമായിട്ട് ഈ വാട്ടരോഗത്തിന് കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. വഴുതന നമ്മൾ ചുമ്മാ വാട്ടുക, അതുകൊണ്ട് വാട്ടരോഗം അത്രയേ ഉള്ളൂ, വെറും വാട്ടരോഗം. ഓക്കെ ആണേ. അടുത്ത ആളെ പഠിക്കാം, നമുക്ക് വൈറസ് പഠിക്കാം. വൈറസിൽ ആരൊക്കെയാണ്? പയറ്, മരച്ചീനി, പിന്നെ വാഴ. ഇത് വാഴയാട്ടോ, കാണുന്നില്ലേ? ഈശ്വര. ഓക്കെ, വൈറസ് വാഴയാട്ടോ. പയറ്, മരച്ചീനി. ഇനി പയറിലെ മരച്ചീനിയിലെ രോഗം ഏതാണ്? മൊസൈക്ക് രോഗമാണ് പയറ്, മരച്ചീനി. വാഴയിലത് ഏതാണ്? കുറുനാമ്പ് രോഗമാണ്. ഓക്കെ, അപ്പോൾ വൈറസ് രോഗമാണ് എന്നും നമുക്ക് കിട്ടണം, ഏതൊക്കെ ചെടികളിലാണെന്നും കിട്ടും, ഏതൊക്കെ രോഗമാണെന്നും കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ, എൻ്റെ ഈ ലോക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ, എന്നെയും നിങ്ങൾ സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറസ്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വയറെന്ന് എടുത്തു. എൻ്റെ വയറ് ഫുള്ളാവണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കപ്പപ്പുഴുക്ക്. ഓക്കെ, പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ വയറ് നിറയൂലേ പെട്ടെന്ന് നമ്മളെ. അപ്പോൾ വൈറസ് എന്നുള്ളതിന് വയറ് നിറയാന്നാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ കപ്പ പുഴുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ അഥവാ മരച്ചീനി മരച്ചീനി കിട്ടി. ഇനി വേറെ എന്ത് നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചിലപ്പോൾ പയറൊക്കെ ഇടും അല്ലേ? പയർ എന്ന് പറഞ്ഞാൽ ചെറുപയറായിരിക്കും ഇടുക, പക്ഷെ പയർ എന്നല്ലേ ചിലർ പറയാം, പയറ് കറി എന്നൊക്കെ പറയാറില്ലേ. അപ്പം മരച്ചീനിയും പയറും പുഴുക്ക് റെഡിയായേ. ഇനി ഇത് നമ്മൾ എന്തിലാ വിളമ്പുക? വാഴേൻ്റെ ഇലയിലല്ലേ പുഴുക്കൊക്കെ വിളമ്പി കഴിക്കുക, അതല്ലേ അതിനൊരു ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ വാഴയില. അപ്പം എനിക്ക് വൈറസ് രോഗങ്ങൾ ആരിലൊക്കെയാന്ന് കിട്ടി? പയറ്, മരച്ചീനി, പുഴുക്കായേ. ഇനി അത് എന്തിലാണ് ഇടുന്നേ? വാഴ. അപ്പോൾ വാഴയിലും മരച്ചീനിയിലും പയറിലും ഒക്കെ എന്താണുള്ളത്? വൈറസ് രോഗമാണ് പിടിപെടുന്നത്. ആ രോഗം ഏതാണെന്ന് ഇനി പഠിക്കണം. പയറും മരച്ചീനിയും നമ്മൾ പുഴുക്കല്ലേ ഉണ്ടാക്കുന്നത്, അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ രോഗമാണ്, മൊസൈക്ക് രോഗം. രണ്ടുപേർക്കും കൂടി ഒരു രോഗമാണ് മൊസൈക്ക് രോഗം. ഓക്കെ, ഇനി വാഴയ്ക്കാണെങ്കിലോ കുറുനാമ്പ് രോഗം. കുറുനാമ്പ് അത് എന്താ പറയുക, ആ ഒരു ഇളം കളറുള്ള ഒരു എഴലൊക്കെ ഇല്ലേ, ഞാൻ അങ്ങനെ എന്തോ കണക്ട് ചെയ്തിട്ടാട്ടോ, എന്തോ കിട്ടാറുണ്ട്. വാഴയില കുറുനാമ്പ് രോഗമാണ്. കാരണം കൂമ്പ് ചീയലുമായിട്ട് കൺഫ്യൂഷൻ വന്നേക്കാം, അതുകൊണ്ടാണ് പറയുന്നത് വാഴയില കുറുനാമ്പ്. നമ്മൾ എല്ലായിടത്തും എങ്ങനെയാ പറയാനറിയില്ല, എന്തായാലും കുറുനാമ്പ് രോഗം അതങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ആ കുഞ്ഞു ഇളം കളറുള്ള ഇല വാഴയിലയിൽ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? കുറുനാമ്പ് രോഗം. അപ്പോൾ വയറ് നിറയുന്നത് കിട്ടിയോ? വയറ് നിറയും എന്ത് കഴിച്ചാൽ? കപ്പപ്പുഴുക്ക് കഴിച്ചാൽ. അപ്പോൾ കപ്പ, മരച്ചീനി എന്തൊക്കെയാണ് ഇടുന്നത്? അതിനകത്ത് പയറിട്ടിട്ടുണ്ടാക്കിയ പുഴുക്ക. അപ്പോൾ കപ്പയും പയറും അതിന് ഒരേ രോഗം, മൊസൈക്ക് രോഗം. ഇനി അത് നമ്മൾ എന്തിലാണ് ഇടുന്നത്? വാഴയ്ക്കകത്താണ് ഇടുന്നത്, വാഴയിലയിലാണ് വിളമ്പുന്നത്. അപ്പോൾ വാഴയ്ക്ക് എന്തുണ്ടാകും? കുറുനാമ്പ് രോഗം ഉണ്ടാകും. ഓക്കെ ആണോ? ബാക്ടീരിയ രോഗം കിട്ടി, വൈറസ് രോഗം കിട്ടി. ഇനി നമുക്ക് ഫംഗസ് രോഗം പഠിക്കാം. ഫംഗസ് രോഗം പഠിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ ഫംഗസ്? ഓക്കെ, ഫംഗസ് ആർക്കൊക്കെ ഉണ്ടാക്കുന്നത്? ഇതാ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വഴുതനയിലെ വാട്ടരോഗം. ഞാൻ പറഞ്ഞു വഴുതന ചുമ്മാ വാട്ടിയാൽ മതി. ഇവിടെ കുരുമുളക് ദ്രുതവാട്ടമാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ സ്പീഡിലല്ലേ ഇങ്ങനെ വഴറ്റുക. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുക, അടുക്കളയിൽ പണിയെടുക്കുന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ ആരെങ്കിലും വരുമ്പം എന്നല്ല, ഉള്ളിയൊക്കെ നമ്മൾ അധിക ദിവസം വാട്ടാറില്ലേ, അപ്പോഴൊക്കെ എന്താ ആലോചിക്കുക? ദ്രുതവാട്ടം. പെട്ടെന്ന് വാടി കിട്ടിയില്ലേ ഉള്ളി, ഉപ്പും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും അല്ലേ? അപ്പം ദ്രുതവാട്ടം. കുരുമുളക് പൊടിയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുക, ചിക്കൻ കറി കുരുമുളക് പൊടി ഇട്ട് വെച്ചാൽ സൂപ്പറല്ലേ? അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം, അപ്പോൾ ഫംഗസ് എന്നുള്ളതിൽ നിന്ന് ഗസ്റ്റ് എന്നെങ്ങാണ്ടും എടുത്തോ, നമുക്ക് ഉത്തരം കിട്ടിയാൽ പോരെ, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഫംഗസ്. അപ്പം ഗസ്റ്റ് വന്നു, അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ, ഉള്ളി എടുത്തു ദ്രുതമായിട്ട് നമ്മൾ വാട്ടി, അതിനകത്തേക്ക് കുരുമുളക് പൊടി ചൊരിഞ്ഞു. അപ്പോൾ കുരുമുളകിന് ദ്രുതവാട്ടം കിട്ടിയോ? ഇനി തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. അയ്യോ, എന്താണ്? കൂമ്പ് ചീഞ്ഞത് കേട്ടോ, കൂമ്പ് ചീഞ്ഞു, തെങ്ങിൻ്റെ കൂമ്പ് ചീഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് 3 എണ്ണവും കിട്ടി. ബാക്ടീരിയ, ബാക്കിലെ ഏരിയയിൽ ആരാ ഉള്ളത്? വഴുതനയാണുള്ളത്. വഴുതന എന്താണ്? വാട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് വാട്ടരോഗം. ഇനി ബാക്കിലെ ഏരിയ, വലിയ ഏരിയയിൽ നമ്മൾ എന്താ ഉണ്ടാക്കുക? നെല്ലാണ് അല്ലേ ഉണ്ടാക്കുക. നെല്ലിന് ബ്ലൈറ്റ് രോഗം. ഓക്കെ. ഇനി വൈറസ്, വയറ് നിറയണം. എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ കപ്പപ്പുഴുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ, പയറ്, മൊസൈക്ക് രോഗം. എന്തിലാ വിളമ്പുക? വാഴയിലയിൽ വിളമ്പാം. അപ്പോൾ വാഴ കുറുനാമ്പ് രോഗം. ഇനി
ഫംഗസ്. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വേഗം പോയി വാട്ടി അതിനകത്തേക്ക് എന്ത് ചൊരിഞ്ഞു? കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ കുരുമുളക് ദ്രുതവാട്ടം. പിന്നെ തെങ്ങിന് കൂമ്പ് ചെയ്യൽ കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് 40ാമത്തെ ചോദ്യം. അതോടുകൂടി എന്ത് കഴിയും? സയൻസ് കഴിയും കേട്ടോ. പിന്നെ അടുത്തത് നവോത്ഥാനമാണ് തുടങ്ങുന്നത്. അതും നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ശ്രദ്ധിക്കുക. ടി ലിംഫോസൈറ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? തൈമസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി. ഗ്രന്ഥികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. കൺഫ്യൂഷനായി പോകും. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ എത്ര പഠിച്ചാലും കൺഫ്യൂഷനായി പോകും. നമുക്ക് നോക്കി നോക്കാം, പഠിക്കാം. അപ്പോൾ ടി ലിംഫോസൈറ്റ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന എന്തോന്നാണെന്നൊക്കെ നമുക്കറിയാം. ടി ലിംഫോസൈറ്റ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറി വെട്ട. കാരണം ടി എന്നാണ്. അപ്പോൾ ടിയിൽ തുടങ്ങുന്ന ഒരു ഗ്രന്ഥിയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി തൈമസ് ആണോ തൈറോയിഡ് ആണോ എന്നാണ് കൺഫ്യൂഷൻ. തൈമസ് ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതും ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്രീനൽ ഞാൻ വെട്ടി. തൈമസ് ആണോ തൈറോയിഡ് ആണോ എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഏതാണ് ആൻസർ വരിക? തൈമസ് ആണ് വരിക. കാരണം തൈറോയിഡ് ഞാൻ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. പാരാതൈറോയിഡ് വേറെയാണ്. തൈറോക്സിൻ, കാൽസിട്ടോണിൻ എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ ടി ലിംഫോസൈറ്റിനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. തൈമസ് ആണ്. അത് നമുക്ക് ഫാക്ട്സ് പറയാം, അപ്പം നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൈമസ് ഗ്രന്ഥി. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. ടിയിലാണ് തുടങ്ങുന്നത്. തൈമസ് ആണോ തൈറോയിഡ് ആണോ എന്നുള്ളതൊന്ന് തൈമസും തൈറോയിഡും വേറെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, തൈമസ് ഗ്രന്ഥി. തൈറോയിഡും ഞാൻ വെട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഓക്കെ, തൈമസ് ഗ്രന്ഥി. അപ്പം എവിടെയാണ് തൈമസ് ഗ്രന്ഥിൻ്റെ സ്ഥാനം? മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അപ്പം നമ്മളൊരു ഗ്രന്ഥി പഠിച്ചു, തൈമസ് ഗ്രന്ഥി. എവിടെയാണ് അതിൻ്റെ സ്ഥാനം? മാറലിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്രന്ഥി ഉള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ശൈശവഘട്ടത്തിൽ, അതായത് കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥി. ഇത് വേണമെങ്കിൽ ഉൾട്ടയാക്കിയിട്ട് തിരിച്ചിട്ട് തരാം നമുക്ക് പ്രസ്താവനയിലൊക്കെ. അപ്പം മനസ്സിലാക്കാൻ പറ്റണം. തൈയല്ലേ? തൈ എന്ന് പറയാൻ നമ്മൾ എപ്പോഴാണ്? ഒരു തെങ്ങിനൊക്കെ ചെറുപ്പത്തിലല്ലേ നമ്മൾ തൈ എന്ന് വിളിക്കുക, അല്ലെ? മാവിൻ തൈ, തെങ്ങിൻ തൈ. അപ്പം ചെറുപ്പം. അപ്പം തൈ എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ എടുക്കാം. അപ്പം ഇതെൻ്റെ തൈയാണ് കേട്ടോ. എന്തിൻ്റെയോ ഒരു തൈയാണ്, ഇങ്ങനെ മുളച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പം തൈ എന്നൊക്കെ പറയാൻ നമ്മൾ എപ്പോഴാണ്? ചെറുതാവുമ്പോഴാണ് പറയുക. അപ്പം ചെറുപ്പത്തിലാണ് എന്ത്? വളരെ സജീവം. വലുതാവുന്നതിനനുസരിച്ച് അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഏത്? തൈമസ് ഗ്രന്ഥി. ഓക്കെ. ഇനി ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ, ഇതായിരുന്നു നമ്മുടെ ചോദ്യം, പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഇത് നിങ്ങൾക്ക് SCRT വായിക്കുമ്പോൾ വേറെയും പോയിന്റ് കിട്ടും. എന്ത്? ഈ ചെറിയ കുട്ടികളിൽ ഷുഗർ ഒക്കെ ഉണ്ടാവുന്നില്ലേ, ഡയബറ്റീസ് ഉണ്ടാവുന്നില്ലേ, അതൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഫാക്ട്സ് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ടി ലിംഫോസൈറ്റുകൾ നശിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധത്തെ സഹായിക്കുന്നതാണ് ആര്? ടി ലിംഫോസൈറ്റുകൾ. ഇതിൻ്റെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ തൈമസ് ഗ്രന്ഥിയാണ്. അപ്പോൾ ടി ആണ് തുടങ്ങുന്നത്, എന്തായാലും ഓർത്ത് വയ്ക്കുക. തൈറോയിഡ് അല്ലാന്ന് എന്തായാലും നമുക്കറിയാം കേട്ടോ. അപ്പോൾ തൈമസ് ഗ്രന്ഥിയാണ്. അടുത്തത്, തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിനാണ്. തൈമോസിൻ അത് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ തൈമസ് ഗ്രന്ഥിയാണ് ആദ്യം പഠിച്ചത്. അതിൻ്റെ സ്ഥാനം പഠിച്ചു. മാറലിന് പിന്നിലായിട്ടാണ് അതിൻ്റെ സ്ഥാനം. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിനാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു റോളാണ് എന്തെന്ന് പറഞ്ഞാൽ ടി ലിംഫോസൈറ്റിൻ്റെ പാകപ്പെടലിനെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ. ഓക്കെ ആണോ? പിന്നെ ചെറുപ്പത്തിൽ സജീവമായിരിക്കും, പിന്നെ വലുതാവും തോറും, പ്രായപൂർത്തിയാവും തോറും അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്താണ് ഹോർമോണുകൾ? മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? EH സ്റ്റാർലിംഗ് ആണ്. ഹോർമോൺ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ച് സ്റ്റാർ ആയത് ആരാണ്? EH സ്റ്റാർലിംഗ് ആണ്. അപ്പോൾ ഹോർമോൺ നിർദ്ദേശിച്ചിട്ട്
ഇങ്ങനെ വാക്ക് നിർദ്ദേശിച്ച് സ്റ്റാറായി, അപ്പോൾ സ്റ്റാർലിംഗ്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. രണ്ടാമത്തെ ആൾ പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥി എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? സൊമാറ്റോട്രോഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. അപ്പോൾ പീയൂഷ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ, സിനിമയിലൊക്കെ പീയൂഷ് കേട്ടിട്ടില്ലേ? അപ്പോൾ പീയൂഷ് എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചെറിയ കുട്ടി, എന്തോ ഒരു പീയൂഷ് എന്ന് പറയുമ്പം നമുക്കൊരു നീളമുള്ള ഒരാളെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു വളർച്ചാ ഹോർമോണുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പീയൂഷ ഗ്രന്ഥി, പീയൂഷ് എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ പേര് പോലെ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അതുകൊണ്ട് സൊമാറ്റോട്രോപ്പിൻ നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടും. ഇനി പഠിക്കേണ്ടത് സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുന്നത് മൂലം, ഓക്കെ, കുറയുമ്പോൾ വാമനത്വം അഥവാ ഡ്വാർഫിസം അറിയാലോ. ഇനി അത് കൂടുവാണെങ്കിലോ, ഉൽപാദനം കൂടുന്ന സമയത്ത് അധികമാകുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. അപ്പോൾ കുറയുമ്പം വാമനത്വം അഥവാ ഡ്വാർഫിസം, കൂടുമ്പം ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അക്രോമെഗലി. അതിൻ്റെ പ്രത്യേകത എന്താ? വളർച്ചാഘട്ടത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കൂടുന്നത് മൂലം, ശ്രദ്ധിക്കുക, മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്നു. അക്രോമെഗലി. അപ്പോൾ വിരല്, അക്രോമെഗലി, പിന്നെ താടിയെല്ല്, മുഖം, ഇവിടെയൊക്കെ കേട്ടോ നമ്മളെ മൊത്തത്തിലുള്ള നീളമല്ല കൂടുന്നത്. ഈ മുഖം, താടിയെല്ല്, വിരലുകൾ, ഇവിടുത്തെ അസ്ഥികളൊക്കെ വളരുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. വാമനത്വം ആയാലും ജൈജാൻറ്റിസം ആയാലും ഈ അക്രോമെഗലിയൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫോട്ടോസൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പീയൂഷ ഗ്രന്ഥി പഠിച്ചേ. പീയൂഷ് എന്ന് പറഞ്ഞ കുട്ടി എന്തോ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അപ്പം എന്ത് പഠിക്കുക? സൊമാറ്റോട്രോഫിൻ പഠിക്കുക. ഇനി അടുത്തതാണ് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ പാലുമായി ബന്ധപ്പെട്ട വാക്കാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കുടിക്കുന്നത് മുലപ്പാലല്ലേ, അതുകൊണ്ട് പ്രൊലാക്റ്റിൻ. ഓക്കെ, പ്രൊലാക്റ്റിൻ. ഇനി പഠിക്കേണ്ട അടുത്ത പോയിന്റ് അതുമായി ബന്ധപ്പെട്ടത് ഇതാ, പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി നമ്മളിപ്പോൾ പഠിച്ച പീയൂഷ ഗ്രന്ഥി. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? പീയൂഷ ഗ്രന്ഥിയാണ് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? സൊമാറ്റോട്രോപ്പിനും അതേപോലെ പ്രൊലാക്റ്റിനും. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? അപ്പോൾ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ പീയൂഷ് എന്നുള്ളതിൽ നിന്നും എടുത്തു. അതായത് പീയൂഷ് ഒരു വലിയ കുട്ടിയാണെന്നോ ഒരു ചെറിയ കുട്ടിയാണെന്നോ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കുക. ആ പീയൂഷ് എന്നുള്ള വാക്ക് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അവൻ വളർച്ചയ്ക്ക് സഹായിക്കാൻ കിട്ടുമ്പം സൊമാറ്റോട്രോപ്പിൻ ഒരു വളർച്ച ഹോർമോൺ ആണെന്ന് അറിയാലോ. അങ്ങനെ സൊമാറ്റോട്രോപ്പിനും കിട്ടും. അതേപോലെ തന്നെ എന്തും കിട്ടും നമുക്ക്? നമ്മുടെ വളർച്ചയ്ക്ക് ആദ്യഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന എന്താ? മുലപ്പാൽ തന്നെയാണ് അല്ലേ. ഒരു കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിനും വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? മുലപ്പാൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ പീയൂഷ ഗ്രന്ഥി തന്നെയാണ് പ്രൊലാക്റ്റിനും എന്തും സൊമാറ്റോട്രോപ്പിനും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഹൈപ്പോതലാമസ് അടുത്തത് പഠിക്കുവാണേ. മൂന്നാമത്തതാണേ പഠിക്കുന്നത്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അപ്പം നമ്മൾ ആരൊക്കെ പഠിച്ചു? തൈമസ് ഗ്രന്ഥി പഠിച്ചു, തൈമോസിൻ പഠിച്ചു. തൈമസ് ഗ്രന്ഥി, തൈമോസിൻ, പീയൂഷ ഗ്രന്ഥി, സൊമാറ്റോട്രോപ്പിൻ ആൻഡ് പ്രൊലാക്റ്റിൻ പഠിച്ചേ. ഇനി ഹൈപ്പോതലാമസ് എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇനി അതിൻ്റെ ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്താ പറയുന്നത്? ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഓക്സിറ്റോസിൻ. എന്താണ് ഓക്സിറ്റോസിൻ? ഗർഭപാത്രത്തിൻ്റെ സങ്കോചം. അപ്പം നമുക്കറിയാം, നമ്മൾ പ്രസവിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഓക്സിജനൊക്കെ ആരെങ്കിലും കൊണ്ടു തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പോകുന്നൊരവസ്ഥയാണ്. നമുക്ക് ശ്വാസം മുട്ടും, എന്തൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അല്ലേ ആ ഒരു സംഭവം. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് ഓക്സി എന്നുള്ളതിൽ നമ്മൾ ഓക്സിജൻ എന്നുള്ളത് അങ്ങനെ എടുത്താൽ മതി. ഞാൻ അങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം ഗർഭം എന്ന് പറയുമ്പം തന്നെ ആ സങ്കോചം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ ഓക്സിജൻ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതായത് ഓക്സിജൻ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും നമുക്ക് അല്ലേ, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഓക്സിറ്റോസിൻ കിട്ടും.
കിട്ടും നിങ്ങൾക്ക്. അപ്പം ഗർഭപാത്രത്തിൻ്റെ സങ്കോചിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഇല്ല. അത് പറഞ്ഞു കൊടുത്താൽ മറ്റൊരാൾക്ക് മനസ്സിലാവോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. കാരണം ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം, കാരണം അടുത്ത വാസോപ്രസിൻ മാറിപ്പോരുത്, അതുകൊണ്ടാണ് പറയുന്നത് വാസോപ്രസിൻ. ഇനി വാസോപ്രസിൻ്റെ ഡ്യൂട്ടി എന്താ? ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഏത്? വാസോപ്രസിൻ. ജലത്തിൻ്റെ അളവ്. അപ്പോൾ ഓക്സിറ്റോസിൻ ഇനി മറന്നു പോകില്ല. ഓക്സിജൻ, എനിക്ക് ഓക്സിജൻ വേണം എന്ന് എനിക്ക് എപ്പോഴാണ് തോന്നുക? ഗർഭപാത്രം സങ്കോചിക്കുമ്പം. ഇനി അതേപോലെ വാസോപ്രസിൻ എന്താണ്? വാസോപ്രസിൻ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ തന്നെയാണ് ADH അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വാസോപ്രസിൻ തന്നെയാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് തല തിരിച്ചു ചോദിച്ചു, ADH ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു. പറഞ്ഞേ വേഗം പറഞ്ഞേ. ഹൈപ്പോതലാമസ് ആണ്. കാരണം ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ടാക്കുന്നത്. ഈ വാസോപ്രസിന് തന്നെയാണ് എന്ത്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, വാസോപ്രസിൻ്റെ അഭാവം മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണ തോത് കുറയുകയും തന്മൂലം മൂത്രം കൂടിയ അളവിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അത് പഠിച്ചു വെച്ചോളൂ. അപ്പം വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അളവ് തോത് നിലനിർത്തുക, നമുക്ക് വേണ്ട രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നത് വാസോപ്രസിനാണ്. അപ്പോൾ ഈ വാസോപ്രസിൻ ഇല്ലാണ്ടായി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. എന്ത് സംഭവിക്കുന്നു? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് കുറയുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? മൂത്രം കൂടിയ അളവിൽ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? മൂത്രം കൂടുന്നു. അപ്പം മൂത്രം അമിതമായിട്ടുള്ള കൂടിയ അളവിൽ ഇങ്ങനെ പുറന്തള്ളപ്പെടുകയാണ്. അപ്പം നമുക്ക് സിബ് ഇടാനേ നേരമില്ല. ഓക്കെ, സിബ് ഇടേണ്ട ആവശ്യമില്ല. സ്പീഡിൽ മൂത്രം ഇങ്ങനെ പോവുക. എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചോ. അതാ സിപ്പ്. ഓക്കെ, ഇൻസിപ്പിഡസ് കിട്ടും. കാരണം ഡയബറ്റിസ് മെലിറ്റസ് ആണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധമില്ല. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ സിബ് ഇടേണ്ട സമയമില്ല നമുക്ക്, എപ്പോഴും മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ്റെ എന്താണ്? അളവ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം തോത് കുറയുന്നു. തന്മൂലം എന്ത് സംഭവിക്കുന്നു? മൂത്രം കൂടിയ അളവിൽ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ സിബൊന്നും ഇടണ്ട, മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് സിബൊന്നും ഇടാൻ സമയമില്ല. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. വാസോപ്രസിൻ എന്ന് പറയുന്നത് എന്താണ്? മൂത്രമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ജലത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്നത് അല്ലേ. എന്താണ്? ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ഓക്കെ, അടുത്തത് പഠിക്കാൻ പോവാണ് നാലാമത്തത്. അപ്പോൾ ഒന്ന് എന്ത് പഠിച്ചു? തൈമസ് ഗ്രന്ഥി, തൈമോസിൻ. രണ്ട് എന്ത് പഠിച്ചു? പീയൂഷ ഗ്രന്ഥി, സൊമാറ്റോട്രോപ്പിൻ ആൻഡ് പ്രോലാക്റ്റിൻ. മൂന്ന് എന്ത് പഠിച്ചു? ഹൈപ്പോതലാമസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. നാലാമത്തത് തൈറോയിഡ് ഗ്രന്ഥി. എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോക്സിൻ, കാൽസിറ്റോണിൻ. കിട്ടിക്കോളും. തൈറോയിഡിൻ്റെ തൈറോ വെച്ചിട്ട് തൈറോക്സിൻ പഠിക്കും. അതിൻ്റെ കൂടെയുള്ള ആൾ പെയറായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പെയർ ചെയ്ത് നിർത്തൂലേ, അതേപോലെ പെയർ ചെയ്ത് നിർത്താൽ മതി. തൈറോക്സിൻ, കാൽസിറ്റോണിൻ. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടണിസം. പഠിച്ചു വെക്കണം. കാരണം ഓപ്ഷനിൽ മറ്റേ നമ്മുടെ ഇവരൊക്കെ കയറി വരും, വാമനത്വമൊക്കെ കയറി വരും, ഡ്വാർഫിസം എന്നൊക്കെ കയറി വന്നാൽ ചിലപ്പം കൺഫ്യൂഷൻ വരും. പക്ഷെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, അത് വളർച്ചയായി ബന്ധപ്പെട്ടതാണ്. ഇതെന്താ? തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടണിസം. അപ്പോൾ കുട്ടി ക്രെട്ടണിസം കിട്ടും നിങ്ങൾക്ക്. കണ്ടോ, കുട്ടി ക്രെട്ടണിസം കിട്ടിക്കോളും. കാരണം അടുത്തതുണ്ട് എന്ത്? തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ. അപ്പം മുതിർന്നവരിൽ മിക്സഡിമ, മാമ കണക്ട് ചെയ്താൽ മതി. മു എന്തായാലും കിട്ടും. മുതിർന്നവരിൽ മിക്സഡിമ. ഓക്കെ, മുതിർന്നവരിൽ മിക്സഡിമ. കുട്ടികളിൽ ക്രെട്ടണിസം, മുതിർന്നവരിൽ മിക്സഡിമ.
എങ്ങനെ ഉണ്ടാവുന്നതാ? തൈറോക്സിൻ്റെ, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. കുട്ടികളിൽ മിക്സഡിമ, കുട്ടികളിൽ ക്രെട്ടണിസം, മുതിർന്നവരിൽ മിക്സഡിമ. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ അമിത ഉൽപാദനം. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞത് കുറവായിരുന്നു. അമിത ഉൽപാദനം മൂലമുണ്ടാകുന്നത് എന്താണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. അപ്പം എക്സസ് ആയിട്ടുണ്ടാവുക, ഈ വാക്കെടുത്താൽ മതി. എക്സസ് ആയിട്ട് എന്നല്ലേ നമ്മൾ പറയാം, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുന്നതിന്. അപ്പം എക്സസ് ആയിട്ടുണ്ടാവുകയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഓക്കെ, ഇനി രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അപ്പോൾ കാൽസിറ്റോണിൻ കാൽസ്യവുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കാൽസി എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് കാൽസ്യം കിട്ടും. ഓക്കെ, അപ്പം രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതാണ് കാൽസിറ്റോണിൻ. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറച്ചിട്ട് അതിൻ്റെ തോത് നിയന്ത്രിക്കുന്നതാണ് കാൽസിറ്റോണിൻ. ഓക്കെ, അതിനെ ബാക്കി പഠിക്കാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത് പാരാതെർമോണാണ്. ഓക്കെ, അപ്പോൾ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പം അത് കുറച്ചിട്ട് അതിൻ്റെ തോത് നിയന്ത്രിക്കുന്നു. ഇനി കുറഞ്ഞു പോയാൽ ആരാ വരിക? കാൽസിറ്റോണിൻ അല്ല വരിക. ആരാ വരിക? പാരാതെർമോണാണ് വരിക. ഓക്കെ, പാരാതെർമോണാണ് വരിക. ഓക്കെ, ഇനി പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? പുതിയൊരാളാ. ആരാ? പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഓരോ ഗ്രന്ഥിയും അവരൊക്കെ കൂടി വരുവാണേ, പഠിക്കണേ. അപ്പം തൈമോസിൻ, തൈമസ് ഗ്രന്ഥി. സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനും ആരുണ്ടാക്കുന്നു? പീയൂഷ ഗ്രന്ഥി. പിന്നെ ഹൈപ്പോതലാമസ് എന്തുണ്ടാക്കുന്നു? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. പിന്നെ തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്രന്ഥി. ഇനി അവിടെ തന്നെ ഒരാൾ വരുന്നുണ്ട്, പാരാതെർമോൺ. എന്താ ഡ്യൂട്ടി? കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആര് വരുന്നേ? പാരാതെർമോൺ വരുന്നേ. അപ്പോൾ പാരാതൈറോയിഡ് ഗ്രന്ഥി അഞ്ചാമത്തെയാണത്. ഇനി പാരാതെർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടെറ്റനസും ടെറ്റനിയും മാറിപ്പോയത്. ഇവിടെ പഠിക്കുന്നത് ടെറ്റനി കാൽസ്യമായി ബന്ധപ്പെട്ടതാണ്. കാൽസ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ ടെറ്റനിയാണ് എഴുതേണ്ടത് കേട്ടോ. ടെറ്റനസ് ആണോ എന്നൊന്നും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം പാരാതെർമോണിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു? കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ ഇവിടെ പാരാതെർമോൺ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞല്ലേ ഇരിക്കുക. അങ്ങനെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. ഇനി പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ആളെ പഠിക്കുവാണ്. പാൻക്രിയാസ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോണും ഇൻസുലിനാണ്. അറിയാലോ. ഇനി അവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം ഇതാണ്. എന്ത്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. അപ്പോൾ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോൺ. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോൺ. ഇനി തിരിച്ചോ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ആരാ? ഇൻസുലിൻ. തിരിച്ചുള്ളത് പഠിച്ചു വയ്ക്കുക. ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിനാണ്. കാരണം ശരീരത്തിലെത്തുന്ന അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതാണ് ആര്? ഇൻസുലിൻ. ഇൻസുലിൻ്റെ അഭാവത്തിലാണല്ലോ നമുക്ക് ഡയബറ്റീസ് ഒക്കെ വരുന്നത്. അപ്പം ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഇൻസുലിനാണ്. ഇനി അടുത്തതാണ് അഡ്രിനാലിൻ. അത് പിന്നെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഓക്കെ, ഇനി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. നമ്മൾ പഠിച്ചു. പീനിയൽ ഗ്രന്ഥി, അടുത്ത ആൾ വന്നു. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ ആൻഡ് മെലാട്ടോണിൻ. സെറാട്ടോണിനും മെലാട്ടോണിനും പീനിയൽ ഗ്രന്ഥി. ഓക്കെ, ഇനി അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. അങ്ങനെയാണെങ്കിൽ വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അടുത്ത ലാസ്റ്റ്. ഇത് ചിലപ്പം അധികം ആളുകൾക്ക് അറിയില്ല, നോക്കി വെച്ചോ, ചിലപ്പം ചോദിച്ചാലോ. വൃക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നതാണ് റെനിൻ ആൻഡ് എറിത്രോപോയറ്റിൻ. എന്താണ്? റെനിനും എറിത്രോപോയറ്റിനും. ഒന്ന് പഠിച്ചു വെച്ചേക്കൂ കേട്ടോ. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് റെനിനും എറിത്രോപോയറ്റിനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രന്ഥികളും
അന്തസ്രാവി ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും പഠിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചെന്താ? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, രോഗങ്ങൾ അല്ലേ? ഏത്? സസ്യങ്ങളിൽ കേട്ടോ, സസ്യങ്ങളിലാണ് ഞാൻ പഠിച്ചത്. മറ്റേത് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.